വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ലഗ്വിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ, അനാവശ്യമായ തർക്കത്തിൽ നിന്നൊക്കെ തിരിഞ്ഞു കളയുന്ന, ഒഴിവായി പോകുന്ന ആളുകൾ. അങ്ങനത്തെ ഷർറിൽ നിന്ന് ഒഴിവായി പോയാലാണ് നമ്മുടെ ദീനിന് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്. ചില ആളുകൾ നാട്ടുകാരെ നന്നാക്കാൻ നടക്കിയിട്ട് മടക്കാവും, എല്ലാരെയും നന്നാക്കാൻ നടക്കും, എന്നിട്ടോ സ്വയം മോശമായാലോ? ഇത്ര വലിയ അപകടമാണത്. മെഴുകുതിരി പോലെ എന്ന് പല മുൻഗാമികളും പറഞ്ഞതായി ഖതീബുൽ ബഗ്ദാദി റഹിമഹുല്ലാ അദ്ദേഹത്തിന് ഇഖ്തിലാഉൽ ഇൽമി അൽ അമൽ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇഖ്തിലാഉൽ ഇൽമി അൽ അമൽ, ഖതീബുൽ ബഗ്ദാദി എന്ന മഹാനായ പണ്ഡിതൻ എഴുതിയ കിതാബാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചില ആളുകൾ മെഴുകുതിരി പോലെയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, മെഴുകുതിരി പോലെ സ്വയം തീർന്ന്, ബാക്കിയുള്ളവർക്കൊക്കെ വെളിച്ചം കൊടുക്കാനാണ് ഇവൻ പ്രവർത്തിക്കുന്നത്, പക്ഷെ അവൻ സ്വന്തം ദീൻ നശിപ്പിക്കുക. നഊദു ബില്ലാഹ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മുടെ ദീനാണ് നമുക്ക് ഏറ്റവും വലുത്. എന്റെ നിങ്ങളുടെ ദീനാണ് നമുക്ക് ഏറ്റവും വലുത്, വേറെ മറ്റുള്ളവരുടെ ദീനല്ല. ആദ്യം നമ്മുടെ ദീനാണ്, എന്നിട്ടാണ് മറ്റുള്ളവരുടെ ദീൻ. നമ്മുടെ ദീൻ കളഞ്ഞിട്ട് മറ്റവർക്ക് ദീൻ ഉണ്ടാക്കാൻ നടക്കരുത്. മറിച്ച് നമ്മുടെ ദീനിനും കൂടി പ്രയോജനപ്പെടുന്ന നിലക്കാണ് മറ്റുള്ളവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം. മറ്റുള്ളവർക്ക് നമ്മൾ ദീൻ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ ദീനിന് പ്രയോജനകരമായിരിക്കണം. നമ്മുടെ ദീന് ഫസാദായി പോകുന്ന നിലക്ക് ആവരുത്. അപ്പൊ ജിദാൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ജിദാലിൽ വേറൊരു കാര്യം സംഭവിക്കാറുണ്ട് പലർക്കും. അതായത് തർക്കിക്കും, എന്നിട്ട് തർക്കത്തിന്റെ ആ എരിപൊരിയിൽ നിൽക്കുന്ന സമയമുണ്ടല്ലോ, ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഇവൻ തോക്കാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ അതങ്ങനെയല്ല, അത് ദഈഫാണെന്നോ അല്ലെങ്കിൽ അത് സഹിഹാണ്, അത് ഇന്ന ഹദീസ് അങ്ങനെയൊന്നും ഇല്ലാന്നോ ഉണ്ടെന്നോ ചിലപ്പോൾ പറഞ്ഞേക്കും. ചിലപ്പോൾ ഇവന് ആ വിഷയത്തെ കുറിച്ച് ധാരണ ഉണ്ടാവില്ല. എല്ലാം കൂടി കഴിഞ്ഞ് ചിലപ്പോൾ അതിന് കുറെ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ വിളിക്കും, എന്നിട്ട് ചോദിക്കും അതിന്റെ തെളിവ് എന്താ. ഇവൻ സ്വയം പറഞ്ഞിട്ട് കുടുങ്ങിയതാണ്, പിന്നെ അവന് തെളിവ് അന്വേഷിച്ച് നടക്കണമല്ലോ. തെളിവ് കണ്ടുപിടിക്കണ്ടേ? തെളിവ് കണ്ടിട്ട് പറഞ്ഞില്ല. അത് ഒരിക്കലും അഹ്ലുസുന്നയുടെ സ്വഭാവമല്ല, അഹ്ലുൽ ബിദ്അന്റെ സ്വഭാവമാണ്. അഹ്ലുസുന്നയുടെ സ്വഭാവം യസ്തദില്ലൂൻ സുമ്മ യഅ്തഖിദൂൻ. അഹ്ലുൽ ബിദ്അന്റെ സ്വഭാവം യഅ്തഖിദൂൻ സുമ്മ യസ്തദില്ലൂൻ. അഹ്ലുസുന്നയുടെ സ്വഭാവം എന്താണ്? യസ്തദില്ലൂൻ. ആദ്യം അവർ തെളിവ് മനസ്സിലാക്കും, സുമ്മ യഅ്തഖിദൂൻ, എന്നിട്ട് വിശ്വസിക്കും. ആ തെളിവിലുള്ള കാര്യമാണ് അവർ വിശ്വസിക്കുക. അഹ്ലുൽ ബിദ്അന്റെ സ്വഭാവം എന്താണ്? യഅ്തഖിദൂൻ. ഓൻ വിശ്വസിച്ചിട്ടുണ്ട് പലതും ബിദ്അത്തുകൾ, സുമ്മ യസ്തദില്ലൂൻ, എന്നിട്ട് അതിന് തെളിവ് വരുത്തി നടക്കും, അതിന് തെളിവുണ്ടാക്കാൻ നടക്കും. അതൊരിക്കലും നമ്മുടെ സ്വഭാവമാകാൻ പാടില്ല. എത്ര വലിയ തർക്കത്തിലായാലും അങ്ങനത്തെ എന്താണ് ബുദ്ധിയില്ലാണ്ടായി പോകുന്ന, സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്ന, എന്താ പറയാ, സ്ഥലജല വിഭ്രമം, അങ്ങനെ ആരോ പറയില്ലേ, രാഷ്ട്രീയത്തിൽ ആരോ പറയല്ലോ സ്ഥലജല വിഭ്രമം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന കോൾസിൽ നമ്മൾ തർക്കിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ നേരായ ആ സലീമായ അവസ്ഥയിൽ, കൂളായിട്ടുള്ള അവസ്ഥയിൽ മാത്രമേ, അവിടുന്ന് പോകാത്ത അവസ്ഥയിൽ മാത്രമേ തർക്കിക്കാൻ പാടുള്ളൂ. കാരണം ആ അവസ്ഥയിൽ നിന്ന് വിട്ടാൽ ചിലപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മളില്ലാത്ത തെളിവുണ്ടാക്കും, അല്ലെങ്കിൽ ഉള്ള കാര്യം ഇല്ലാന്നോ ഇല്ലാത്ത കാര്യം ഉണ്ടെന്നോ ചിലപ്പോൾ പറഞ്ഞു വരും തർക്കത്തിന്റെ ചൂടിൽ. പാടില്ല. എത്ര വലിയ എതിരാളിയാണെങ്കിലും നമുക്കറിയാത്ത കാര്യം പറഞ്ഞാൽ ആ കാര്യം എനിക്കറിയില്ല എന്ന് പറയാം. അതുപോലെ തന്നെ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാം. ഈ പറയുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവരോട് പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ പോകാൻ പാടുണ്ടോ പാടില്ലെന്ന് തർക്കിച്ചിട്ട് എന്ത് കാര്യമാണ്? ഓന്റെ പെണ്ണ് പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? അള്ളാഹു അല്ലാത്ത മൊയ്തീൻ ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പെണ്ണ് പള്ളിയിൽ വന്നിട്ട് എന്താ കാര്യം? എല്ലാ അമലും ബാത്തിലല്ലേ? ശിർക്ക് സംഭവിച്ചാൽ എല്ലാ അമലും പൊളിഞ്ഞുപോയി. അങ്ങനെയുള്ളവരോട് സ്ത്രീ പള്ളി പ്രവേശവും അതുപോലെ നിസ്കാരത്തിന് ശേഷമുള്ള കൂട്ടപ്രാർത്ഥന, സുബഹിയിലെ കുനൂത്തും, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തർക്കിച്ചിട്ട് എന്താണ് കാര്യം? അവരോട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലേ? അത് സംസാരിക്കണം. അതല്ലാത്തൊരു വിഷയം അവനോട് പറയാൻ വിടരുത്. അവന്റെ താല്പര്യം എന്താ? ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കലായിരിക്കും. കാരണം അതിനൊക്കെ തെളിവ് ചിലപ്പോൾ നമ്മൾ കുറെ ഉള്ളിൽ കടന്ന തെളിവുകളായിരിക്കും. ഇത് ഇസ്ലാമിന്റെ അസ്ലാണ്. അള്ളാഹല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല്ലേ? എത്ര അള്ളാഹിന്റെ കിതാബിലെ ആയത്തുകൾ എല്ലാവർക്കും അറിയാം. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. മക്കയിലെ മുശ്രിക്കുകൾ അവര് എങ്ങനെ ലാത്ത ഉസ്സയൊക്കെ വിളിച്ചു? ആകാശഭൂമികളെ പടച്ചത് ലാത്ത ഉസ്സയാണെന്ന് വിശ്വസിച്ചിട്ടാണോ? അല്ല, അള്ളാഹു ആണെന്ന് വിശ്വസിച്ചിട്ടാണ്. പല ഇൻസാഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ യഖൂലുന അല്ലാഹ്. ആകാശഭൂമികളെ പടച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. ഇതുപോലുള്ള തെളിവുകൾ ഖുർആനിലെ എത്രയോ ആയത്തുകൾ എല്ലാം തൗഹീദിനുള്ള തെളിവുകളാണ്. ഇങ്ങനത്തെ വിഷയങ്ങൾ അവനോട് സംസാരിക്കുക. അതല്ലാത്ത ഒന്നും അവനെ കൊണ്ട് പറയാൻ വിടരുത്. കാരണം ഇത് നന്നായാലേ ബാക്കിയുള്ള അമല് അള്ളാഹ് സ്വീകരിക്കുള്ളൂ. പിന്നെന്താ കാര്യം? ഇനി ശരി, അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൂല എന്ന് പറഞ്ഞവനാണെങ്കിൽ അവനോട് ചോദിക്കുക, ഈ മൗലൂദ് കൊല്ലാറുണ്ടോ? അതിൽ ഇങ്ങനത്തെ വരിയില്ലേ? അത് അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് തേടലല്ലേ? അങ്ങനെ തേടാൻ പാടില്ല. നമ്മള് അവരെ ബർക്കത്തുകൊണ്ട് അള്ളാഹിനോട് ചോദിക്കുകയാണെങ്കിൽ അത് സംസാരിക്കുക. അതാണ് അടുത്ത വിഷയം. തവസ്സുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ അല്ലാതെ ഈ വക ഇസ്തിഗാസയും തവസ്സുൽ അല്ലാതെ അതുള്ള ആളുകളുമായിട്ട്
വേറൊരു വിഷയം നമ്മൾ സംസാരിക്കാൻ പാടില്ല. അപ്പോഴാണ് ഇങ്ങനത്തെ വേണ്ടാത്ത തർക്കങ്ങളിലേക്ക് പോവുക. പിന്നെ പല വിഷയങ്ങളും ഇവിടെ തർക്കിച്ചിട്ട് ആളുകൾ കൊളാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഏതുപോലെ സ്ത്രീ പള്ളി പ്രവേശം എത്രയാണ് തർക്കിച്ചിട്ട് ആളുകൾ പലതും തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സ്ത്രീകൾക്ക് വീട്ടിലാണ് അഫ്ളൽ നിസ്കരിക്കാൻ. അഫ്ളൽ വീട്ടിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് വീടാണ് അവർക്ക് ഖൈറെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസാണ്. അഹ്ലുസുന്നയുടെ ഉലമാക്കൾ എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ്. പള്ളിയിൽ പോകാം, അനുവദനീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉപദേശം കേൾക്കാനൊക്കെ അവര് പള്ളിയിലേക്ക് വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് കൂടുതൽ ഖൈറുണ്ടാവും. അതുപോലെ പെരുന്നാൾ നിസ്കാരം അതിനെല്ലാവരും പോകണം, ഹൈദുള്ള സ്ത്രീകളടക്കം പോകണം എന്നാണ്. അതല്ലാതെ പള്ളിയിൽ സ്ത്രീകൾക്ക് പോകാൻ ജായിസാണെന്ന്. അതുപോലെ മുൻഗാമികൾ വെറും മസ്അലയിലുള്ള തർക്കങ്ങളായി മാത്രം മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഇവിടെ അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഏതുപോലെ കൈകെട്ടേണ്ടത് ഇവിടെ മുൻഗാമികളിലൊക്കെ വെറും ഒരു മസ്അലയായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതൊന്നും ഒരാള് താഴെ കൈകെട്ടണം എന്ന് പറഞ്ഞതുകൊണ്ട് മുൻഗാമികൾ ആരും അവരെ എന്താക്കിയിട്ടില്ല, വിദാത്തുകാരാക്കില്ല എന്നല്ല. അഹ്ലുസുന്നത്തിന്റെ പലർക്കും അങ്ങനെ അഭിപ്രായം തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലോ ഈ വക വിഷയങ്ങളൊക്കെ വലിയ മനഹജിൽ തന്നെ ഒരാള് സലഫിയൻ അല്ലാണ്ടായി പോകുന്ന, അഹ്ലുസുന്നയിൽ തന്നെ തെറിച്ചു പോകുന്ന വിഷയങ്ങളായിട്ടാണ് പലരും ഇങ്ങനത്തെ വിഷയങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ അഹ്ലുസുന്നയിൽ തന്നെ തെറിച്ചു പോകുന്ന പല വിഷയങ്ങളുണ്ട്. തൗഹീദുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ. തൗഹീദ് പറഞ്ഞാൽ അള്ളാഹിന്റെ തൗഹീദിൽ പല വശങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങൾ, അതുപോലെ അള്ളാഹിന്റെ അസ്മാ വസിഫാത്തുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങൾ, ഇതൊക്കെ അഹ്ലുസുന്നയിൽ തെറിച്ചു പോകുന്ന വിഷയങ്ങളാണ്. അതൊന്നും ഇവിടെ ചെറിയ ചെറിയ തർക്കങ്ങളാണ്. കാരണം ഇതിൽ ഒക്കെ തർക്കമുള്ളവൻ ഒരേ പാർട്ടിയിലുണ്ടാവും. സിഹർ ബാധിക്കുകയില്ല എന്ന് പറയുന്ന താനി മുഅ്തസിലത്തിന്റെ ആശയമുള്ളവനും അല്ല ബാധിക്കും എന്ന് പറയുന്ന അഹ്ലുസുന്നത്തിന്റെ ആശയമുള്ളവനും ഒരേ പാർട്ടിയിലുണ്ടാവും. അപ്പൊ അവർക്ക് അതൊക്കെ ചെറിയ മസലയാണ്. അതേസമയം ഓരോ സംഘടനക്ക് പുറത്തുള്ള ഒരുത്തൻ കൈതായ കേട്ടിട്ടുണ്ടെങ്കിൽ അവനെന്താണ്, തനി മുബ്തദിയാണ്. അപ്പൊ നേരെ അട്ടിമറിക്കപ്പെട്ടു. അഹ്ലുസുന്നയിൽ നിന്ന് വേർതിരിയുന്ന ആള് മുബ്തദി ആയി പോകുന്ന വിഷയം ഇവിടെ ചെറിയ വിഷയം. ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടല്ലോ ഉലമാക്കൾക്കിടയിലുള്ള മസാലകൾ, ഒരിക്കലും പരസ്പര അഹ്ലുസുന്നയിൽ നിന്ന് പുറത്താണ്, ബിദ്അത്തുകാരൻ എന്ന് പറയാത്ത വിഷയങ്ങൾ ഇവിടെ വലിയ വിഷയങ്ങൾ. ഇങ്ങനെയൊക്കെ ദഅവത്ത് കുഴഞ്ഞു മറിഞ്ഞൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ പല ആളുകളും അവരെ വിവരക്കേട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വളരെ നമ്മൾ ഏതാണ് ശരിയായ വിഷയങ്ങൾ, ഏതാണ് തർക്കിക്കേണ്ടതില്ലാത്ത വിഷയങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം. ഇത് നമ്മൾ ഹജ്ജിൽ മാത്രമല്ല പുറത്തും ശ്രദ്ധിക്കേണ്ടതാണ്. ജിദാൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ പറയപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ തർക്കിക്കുന്നത്. നമ്മൾ എത്ര സമയമാണ് അതുകൊണ്ട് പോകുന്നത്, എത്ര എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ? സമയം എത്ര വിലപ്പെട്ടതാണ്. മരണത്തെക്കാളും മോശമാണ്, അപകടമാണ് ഒരാൾ സമയം കളയുക എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. ഒരുപാട് ആളുകൾ വഞ്ചിതരായിട്ടുള്ള വിഷയമാണ് ആരോഗ്യവും ഒഴിവു സമയവും. അള്ളാഹു നമുക്കൊക്കെ അത് ഖൈറിൽ ഉപയോഗപ്പെടുത്താൻ അവസരം തരട്ടെ. പോയൊരു സെക്കൻഡ് തിരിച്ചു വരൂല, ഒരു സെക്കൻഡിന് തിരിച്ചു വരില്ല. അത് പോയതാണ്. നമ്മുടെ സമയത്തിന് ബർക്കത്തുണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയാനുള്ള മാനദണ്ഡം എന്താ? എത്ര അമലു സാലിഹാത്ത് ചെയ്യാൻ പറ്റിയെന്നാണ്. എത്ര അമലു സാലിഹാത്ത് ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയോ നമ്മുടെ ആ സമയത്തിന് ബർക്കത്തുണ്ട്. വെറുതെ ഇങ്ങനെ തർക്കത്തിനും ഇതിലൊക്കെ പോയോ സമയം നേരം പോയി. ഒന്നിക്കും നമ്മൾ ദുനിയാവിൽ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ പരലോകത്തൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രവൃത്തിയിൽ അല്ലാതെ നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കാൻ പാടില്ല. എനിക്ക് ദുനിയാവിൽ ഉപകാരപ്പെടണം, അല്ലെങ്കിൽ പരലോകത്തൊക്കെ ഉപകാരപ്പെടണം. ഇപ്പൊ ഒരാൾക്ക് ചിലപ്പോൾ കുറച്ച് സമയം ഉറങ്ങൽ ഒരു ഹൈറായിരിക്കും. കാരണം എന്താ? അമലു സാലിഹാത്തിന് ഓന് ഉന്മേഷം കിട്ടണമെങ്കിൽ കുറച്ച് സമയം കിടക്കേണ്ടി വരും. അപ്പൊ അത് ഹൈറായ പ്രവൃത്തിയാണ്, ഒരു കുറ്റമില്ലല്ലോ. ഒന്ന് സംസാരിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ ഒരു കുറ്റം കിട്ടാനില്ല, കിടന്ന് കുറച്ച് സമയം വിശ്രമിച്ചാൽ എന്നതുപോലെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതും ഹൈറാണ്. അവന്റെ ഉദ്ദേശം നല്ലതാണെങ്കിൽ അതിന് പോലും അവൻ മഅ്ജൂറാണ് എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുന്നവനാണ്, അവന്റെ ഉദ്ദേശം ഹൈറാണെങ്കിൽ. അപ്പൊ ഇങ്ങനെ വളരെ ശ്രദ്ധിക്കുക ജിദാലിന്റെ കാര്യത്തിൽ. അത് ഹജ്ജിന് മാത്രമല്ല പുറത്തും.